18 ഇയോൺ എത്ര കൊടുക്കാം? നമുക്ക് 2 ലക്ഷം രൂപ കൊടുക്കാം. 2 ലക്ഷം രൂപയ്ക്ക് 18 ഇയോൺ, അതും ഫുൾ ലോണ്. ഒരു പൈസ വേണ്ട. ഈ ഫുൾ ഓപ്ഷനിൽ വരുന്ന ഐ10 എത്രക്ക് കൊടുക്കുക? അത് നമുക്ക് 1.15 കൊടുക്കാം. 1.15 കൊടുക്കാം. അതും 5 കൊല്ലത്ത് പുതിയ പേപ്പർ. ഓക്കെ. ഈ AC ഉള്ള ആൾട്ടോ കാർ ഇത് നമുക്ക് 1.15 കൊടുക്കാം. ഈ ഇയോൺ എത്രയാണ്? ഇത് നമുക്ക് 1.25 കൊടുക്കാം. 1.25 കൊടുക്കാം. AC ഉള്ള മാരുതി കാർ എത്ര കൊടുക്കാം? 50 രൂപ കൊടുക്കാം. 50,000 രൂപയ്ക്ക് AC ഉള്ള മാരുതി കാർ, അതും സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. 14 മോഡല് ടൈപ്പ് 4 കമ്പനിന്ന് വന്ന ഒരു ഇന്നോവ കാർ എത്ര കൊടുക്കാം ബ്രോ? നമുക്ക് 6,65,000 രൂപ. 6.65 തരും. അതും ഒരു കേരളത്തിലെ ഒരു ഡീലറും തരാത്ത പൈസക്ക്. 1 രൂപ ഇല്ലാതെ ഈ വണ്ടി കൊടുക്കാം. 2020 ന്യൂ ഷേപ്പിലുള്ള വാഗണർ എത്ര കൊടുക്കാം? നമുക്ക് 4.35 കൊടുക്കാം. 4.35 ഫുള്ള് ലോണില്. ഈ ന്യൂ ഷേപ്പിൽ വന്നിട്ടുള്ള സ്വിഫ്റ്റ് എത്ര മോഡലായിരുന്നു? 21 മോഡൽ. എത്ര കൊടുക്കാം? ഇത് നമുക്ക് 5,85,000 രൂപ കൊടുക്കാം. അതും ഫുൾ ലോൺ. ഓക്കെ. KL14 ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. എൻ്റെ ചാനലിൽ ഇതുവരെ നിങ്ങളെ കാണിക്കാത്ത ഒരു ഷോറൂമാണ് പരിചയപ്പെടുത്തുന്നത്. അതായത് ചെറിയ ബഡ്ജറ്റിൽ സാധാരണക്കാർക്ക് എടുക്കാൻ പറ്റിയ വാഹനങ്ങളാണ് ഇവിടെ കൂടുതലും അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ ജനപ്രിയ വണ്ടിയായ സ്വിഫ്റ്റ് കാറുണ്ട്, റിഡ്സ് കാറുണ്ട്, പിന്നെ ഹിയോണ്, അതുപോലെ തന്നെ ആൾട്ടോ 800, ഒരുപാട് ചെറുവണ്ടികളാണ് കേട്ടോ. ഈ 7 സീറ്റർ ആകെ ഒന്നല്ലോ, ഇന്നോവ കാർ ഉണ്ട്, അതും എവിടുന്ന് കിട്ടാത്ത വിലക്ക് തരും കേട്ടോ. പിന്നെ മാരുതി കാർ 2 പീസ് ഉണ്ട്, അവൈലബിൾ ആണ്. ഇവിടെ എന്നോടൊപ്പം ഉള്ളത് ഇതിന്റെ ഓണറാണ്, ഇജാസ് ബ്രോ ആണ്. ഇജാസ് ബ്രോ എന്തൊക്കെയുണ്ട്? സുഖല്ലേ? ഓക്കെ. നമ്മള് ആദ്യമായിട്ടാണ് അല്ല വീഡിയോ ചെയ്യുന്നല്ലേ? നിങ്ങൾ വേറെ ഏതെങ്കിലും ചാനലിൽ ചെയ്തിക്കണം? ഇല്ലല്ലേ? ഇവരെ സ്വന്തമായിട്ട് ഇൻസ്റ്റയില് പേജ് ഉണ്ട് കേട്ടോ, നെക്സസ് മോട്ടോഴ്സ് എന്ന്. അതില് ജസ്റ്റ് ഒന്ന് നോക്കിക്കോ, ഇവിടെയുള്ള എല്ലാ വണ്ടിയും നിങ്ങൾ ഇടുന്നുണ്ടല്ലോ. പിന്നെ ബ്രോ, ഗ്യാരണ്ടി കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? മോഡൽ കൂടിയ വണ്ടികൾക്കൊക്കെ നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാം. ഈ മോഡൽ കുറഞ്ഞ വണ്ടികൾ തന്നു 12 വണ്ടി 13 വണ്ടികൾ തന്നെ നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാൻ കഴിയൂല. എവിടെയാണെന്നുണ്ടെങ്കിൽ ഏത് വർക്ക്ഷോപ്പിൽ വർക്ക്ഷോപ്പിൽ കൊണ്ട് ചെക്ക് ചെയ്തിട്ട് പോലെ എന്ത് കംപ്ലൈന്റ് പറയുന്നുണ്ടെങ്കിലും അപ്പൊ തന്നെ നമുക്ക് തീർത്ത് കൊടുത്തിട്ട് വണ്ടി വന്ന്. അതെ. മോഡൽ കുറഞ്ഞ വാഹനങ്ങളുണ്ട്, കൂടിയതുണ്ട്. അപ്പോ ഏത് വണ്ടി എടുക്കുകയാണെങ്കിലും എല്ലാ ഭാഗവും ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവർ ചെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങൾ ഓടിച്ചു നോക്കിയിട്ട് എന്തെങ്കിലും കംപ്ലൈന്റ് പറയുകയാണെങ്കിൽ അവർ അതിനുള്ള പരിഹാരം കാണും കേട്ടോ. അപ്പോ ബ്രോ, ഇത് ലൊക്കേഷൻ എങ്ങനെ പറഞ്ഞു കൊടുക്കണ്ടേ? ഇത് മലപ്പുറം വണ്ടൂർ വാണിയമ്പലം. ഓക്കെ. വണ്ടൂരാണ്. അതായത് വണ്ടൂരിന് കാളികാവ് പോകുന്ന റോട്ടിലാണ് വാണിയമ്പലം. അറിയാത്തവരോടാണ് പറയുന്നത്, മലപ്പുറം ജില്ലയിലുള്ള ആളുകൾക്ക് അറിയാലോ. അപ്പൊ ബ്രോ, നമുക്ക് ഒരു വണ്ടിയായിട്ട് കാണിച്ചു കൊടുക്കല്ലേ? നേരെ വീഡിയോയിലേക്ക് പോകാം. ഇവിടെ ആദ്യമായിട്ട് നിങ്ങളെ കാണിക്കുന്നത് ന്യൂ ഷേപ്പിൽ ഇറങ്ങിയിട്ടുള്ള ഒരു വാഗണറാണ്. അതും എവിടുന്ന് കിട്ടാത്ത വിലക്ക് കൊടുക്കല്ലോ ബ്രോ? എത്ര മോഡലായിരുന്നു? 20 മോഡൽ. 20. ഓട്ടം എത്ര ഉണ്ട്? 65,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഫുൾ കമ്പനി സർവീസ്. വെറും 65,000 കിലോമീറ്റർ മാത്രം ഓടിയ വണ്ടി. ഫുൾ കമ്പനി സർവീസ്. ഹിസ്റ്ററി ഒക്കെ കാണിക്കാൻ പറ്റുമോ? കാണിക്കാം. ഇത് 1.2 1 ആണ് അല്ലെ? എക്സ്ട്രാ അലോയ്സ് കയറ്റിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇന്റീരിയർ ഭാഗത്ത് നല്ല സീറ്റ് കവേഴ്സ് കാര്യങ്ങൾ ഒക്കെ ചെയ്തിട്ടുണ്ട്. ഈ വേറെ റീപ്ലേസ് ഒന്നുമില്ല, റീപ്ലേസ്മെന്റ് ഇല്ല. ഫുൾ ഗ്യാരണ്ടി. തട്ടുമുട്ട് ഇടി കുത്ത് ഒന്നുമില്ല. നീറ്റ് വണ്ടി അല്ലെ? നീറ്റ് ആൻഡ് ക്ലീൻ, പെട്ടി പീസ്. അതെ. ഇത് എത്രക്ക് ചെയ്യാൻ പറ്റും ബ്രോ? ഇത് നമുക്ക് 4,35,000 രൂപ കൊടുക്കാം. 4,35,000 കൊടുക്കാം. ലോൺ ഫുൾ ലോണും ചെയ്യാം. 1 രൂപ വേണ്ട, 1 രൂപ മുടക്കില്ല. ഒരു നയാ പൈസ ഇല്ലാതെ ഈ വണ്ടി നിങ്ങൾക്ക് ലോൺ ഇറക്കാം. 2020 വണ്ടിയാണ്. 4,35,000 ചോദിക്കുന്നത്. വില കുറച്ച് കൊടുക്കൂലേ? ചെറിയ കച്ചവടത്തിന്റെ രീതിയിലുള്ള ചെറിയൊരു മാറ്റം ഉണ്ടാവും. ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം വന്ന് നോക്കിക്കോട്ടോ. ഹിദുമത്തിന്റെ ഒരു ന്യൂ ഷേപ്പിൽ ഇറങ്ങിയിട്ടുള്ള ഒരു സ്വിഫ്റ്റ് കാറാണ് നിങ്ങളെ കാണിക്കുന്നത്. ബ്രോ, ഇത് മോഡൽ എത്രയായിരുന്നു? 2021 വണ്ടി. ഓപ്ഷൻ വരുന്നത് VXI ആണ്. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, അതുപോലെ തന്നെ സ്റ്റിയറിംഗ് കൺട്രോൾ കാര്യങ്ങളൊക്കെ വരുന്നതാണ്. പിന്നെ ടയറൊക്കെ പുത്തനാണല്ലോ? ഓക്കെ. വണ്ടി ഓട്ടൊക്കെ എത്ര ഉണ്ടാവും? 97,000 കിലോമീറ്റർ ഫുൾ ഷോറൂം സർവീസ്. 97,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഫുൾ കമ്പനി സർവീസുള്ള വണ്ടി അല്ല? ടെൻഷൻ വേണ്ട എടുക്കുന്ന ആൾക്ക്. സർവീസ് ഉണ്ടെങ്കിൽ പിന്നെ കിലോമീറ്റർ പിന്നെ തിരിച്ച മറിച്ച എന്നുള്ള ഒരു കംപ്ലൈന്റ് ഒന്നും ഉണ്ടാവില്ല. ഷോറൂം സർവീസ്. എവിടുന്ന് നിങ്ങൾ വണ്ടി എടുക്കുകയാണെങ്കിലും സർവീസ് ഹിസ്റ്ററി നോക്കിക്കോളി. കാരണം എന്താ വെച്ചാൽ കിലോമീറ്ററിന്റെ ഒരു ഉടായ്പ് നമുക്ക് പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓടിയാണ് അല്ലെ? പിന്നെ ബ്രോ, വണ്ടി ഇടിങ്കുത്ത് കാര്യങ്ങൾ നമുക്ക് ഗ്യാരണ്ടി. ഫ്ലഡ് എഫക്ട് റീപ്ലേസ്മെന്റ് നമുക്ക് ഗ്യാരണ്ടി കൊടുക്കും അല്ല? മെക്കാനിക് ഒക്കെ ഫുൾ ഫിറ്റ്. എടുക്കുന്ന ആൾക്ക് ഒന്നും ചെയ്യാനൊന്നുമില്ല, ഓടാന്നല്ലാതെ വേറെ പണിയില്ല. 1 മാസം മുമ്പ് വരെ ഷോറൂമിൽ സർവീസുള്ള വണ്ടിയാണ്.
ആ ഓക്കെ. ഇത് ഗ്യാരണ്ടി കൊടുക്കായോ? ഓ ഗ്യാരണ്ടി കൊടുക്കല. 100% ഗ്യാരണ്ടി. ഇതിന് ഗ്യാരണ്ടി തരും കേട്ടോ. എത്ര ഇത് ആസ്കൈനെ? ഇത് 5,85,000 രൂപ ഫുൾ ലോൺ. ഫുള്ള് ലോണ് 5,85,000 ഫുള്ള് ലോണാണ് കേട്ടോ. ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം വന്ന് നോക്കിക്കോ. ദുനിയാവിന്ന് എവിടുന്ന് കിട്ടാത്ത വിലയിൽ നിങ്ങൾക്ക് ഒരു ഇന്നോവ കാർ ഇവിടുന്ന് കൊണ്ടുപോകാം. അതും മോഡൽ കൂടിയ ടൈപ്പ് 4 കമ്പനിയിൽ നിന്ന് വന്ന വണ്ടി അല്ല? അതെ. എത്ര മോഡലായിരുന്നു? 2014 മോഡൽ. 14 വണ്ടിയാണ് കേട്ടോ. ഈ ഓട്ടം കാര്യങ്ങൾ എത്ര ഉണ്ടാവും? 1,66,000 ജെന്യൂൻ കിലോമീറ്റർ. ജെന്യൂൻ ആണ്. ആ ഹിസ്റ്ററി ഉണ്ട് അതിന്. ഹിസ്റ്ററി ഉണ്ട്. അതും കാണിക്കാൻ പറ്റുമോ? ഓ കാണിക്കാം. ഓ ഇത് എടുക്കുന്ന ആൾക്ക് ടെൻഷൻ വേണ്ട. വണ്ടി വേറെ തട്ടുമുട്ട് ഇടി കുത്തി ഈ മെയിൻ ഗ്ലാസ് മാത്രം റീപ്ലേസ്. മേജർ ആയിട്ട് ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. ഓക്കെ, നല്ല പെട്ടി പീസാണ് ഇത്. ഓപ്ഷൻ പിന്നെ G4 അല്ലേ? G4. 14 G4 ആണ്. എത്രക്ക് ചെയ്യാൻ പറ്റും ബ്രോ? നമുക്ക് 6,65,000 രൂപക്ക് ഫൈനൽ കൊടുക്കാം. 6,65,000 രൂപക്ക്. അതും 2014 വണ്ടിയാണ്. ചെറിയ ബഡ്ജറ്റിൽ ഇറക്കാൻ പറ്റിയൊരു വാഹനം. അതും മാരുതിന്റെ ZS-യിലോ ആണ്. ബ്രോ ഇത് എങ്ങനെയായിരുന്നു മോഡല്? ഇത് 2009 വണ്ടി. 29 വരെ പേപ്പർ ഉണ്ടാവും. വണ്ടി മെക്കാനിക് കാര്യങ്ങളൊക്കെ ക്ലിയർ ആണ്. ഒക്കെ ക്ലിയർ. AC കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആണ്. മിയ അല്ല? AC ഒക്കെ പിന്നെ ഊട്ടിക്ക് പോയ പോലെ ഉണ്ടാവും. തണുപ്പുണ്ട്. ഓക്കെ. ഓപ്ഷൻ LXi ആണ്. AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ. വേറെ ഇടികുത്ത് കാര്യങ്ങൾ ഒന്നുമില്ല. മേജർ ആയിട്ട് ഒന്നുമില്ല. മേജറും ഇല്ല മൈനറും ഇല്ല. ഒരു ടെൻഷൻ ഒന്നുമില്ല. ഓട്ടോ എത്ര ഉണ്ട്? ഓട്ടോ 80,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല വണ്ടി. എത്രക്ക് ചെയ്യാൻ പറ്റും ബ്രോ? നമുക്ക് 90 രൂപ ഫൈനൽ കൊടുക്കാം. 90 ഫൈനൽ ചെയ്യാൻ പറ്റൂല. ആവശ്യക്കാർ വന്ന് നോക്കിക്കോട്ടെ. ഇവിടെ ഇതാ ഒരു വാഗനർ കാണിച്ചു കൊടുക്കുക. ഇതെങ്ങനെയായിരുന്നു ബ്രോ? ഇത് 2012 വാഗനർ. 12 മോഡലാണ്. ഓപ്ഷൻ പിന്നെ LXi അല്ലേ? AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ. ഇന്റീരിയർ ഭാഗത്ത് നല്ല സീറ്റ് കവർ ഒക്കെ ചെയ്തിട്ടുണ്ട്. ഓട്ടോക്ക് എത്ര ഉണ്ട് ബ്രോ? ഓട്ടോ 1,20,000 കിലോമീറ്റർ. 1,20,000 ഓടിയിട്ടുണ്ട്. ഷോറൂം സർവീസ്. ഫുൾ കമ്പനി സർവീസിലുള്ള വണ്ടി. കമ്പനി സർവീസിലുള്ള മെക്കാനിക് ഫുൾ ഫിറ്റ്. കണിച്ച് മിനിറ്റ് എടുക്കാം. A to Z ഷോറൂം സർവീസ്. ഓക്കെ, പക്ക വണ്ടി അല്ലേ? പക്ക വണ്ടി. ഇതൊരു പാർട്ടി പാർക്കാൻ സെയിൽ നിർത്തി തന്ന വണ്ടിയാണ്. ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വണ്ടിയാണ്. പാർക്കാൻ സെയിൽ വണ്ടിയാണ്. വണ്ടി നല്ല വണ്ടി. ഒരു വാഗനർ നോക്കുന്ന ആൾക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ നല്ല വണ്ടി അല്ലേ? 4 പുത്തും പുതിയ ടയറും. ഒരു ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. മിയ എത്രക്ക് ചെയ്യാൻ പറ്റും ബ്രോ? ഇത് 2,40,000. 2,40,000 കൊടുക്കല. അതും 2012 വണ്ടി. ലോണൊക്കെ കിട്ടൂല ഇതിന്? കിട്ടും. ഇൻഷുറൻസ് പുതിയത് എടുത്തു കൊടുക്കുക. പുതിയ ഇൻഷുറൻസ് എടുത്തു കൊടുക്കുക. ലോണും കിട്ടും. മാക്സിമം കിട്ടൂല, എന്നാലും ഒരു 10-40 രൂപ ലോൺ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇറക്കാൻ പറ്റൂല. 50 രൂപ വേണ്ടി വരും. ഒരു 1.25 വരെ നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാം. ചെയ്തു അത്ര കയറുള്ളൂ. റിഡ്സ് കാറാണ് കേട്ടോ. അതായത് പെട്രോൾ റിഡ്സ് ആണ്, ഡീസൽ അല്ല. എങ്ങനെയായിരുന്നു ബ്രോ? ഇത് 2013 മോഡല് സെക്കൻഡ് ഓണർ വണ്ടി. സെക്കൻഡ് ഓണർ ആണ്. എത്ര ഓടിയിട്ടുണ്ട് വണ്ടി? 80,000 കിലോമീറ്റർ. റീപ്ലേസ് ഒന്നുമില്ല. ഇടികുത്തൊന്നുമില്ല. നല്ല നീറ്റ് വണ്ടി അല്ലേ? 13 വണ്ടിയാണ്. പിന്നെ 13, 28 വരെ പേപ്പർ ഉണ്ടാവും. ഇന്റീരിയർ ഭാഗത്ത് നല്ല സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത് ഓപ്ഷൻ VXi അല്ലേ? പിന്നെ AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ വരും. അതുപോലെ തന്നെ ബാക്ക് വൈപ്പറിൽ വരുന്നുണ്ട് അതില്. ഓക്കെ. ഇത് റീപ്ലേസ് ഒന്നുമില്ല. തട്ടുമുട്ട് ഇടികുത്തൊന്നുമില്ല. കറക്റ്റ് സർവീസുള്ള 80,000 ഓടിയിട്ടുള്ള വണ്ടിയാണ്. നല്ല നീറ്റ് വണ്ടി. ഓട്ടം വലിയ കൂടുതലൊന്നല്ല. 80,000 വലിയ കൂടുതലല്ല. അപ്പോ മെക്കാനിക് ഫുൾ ഫിറ്റ്. എത്രക്ക് ചെയ്യാൻ പറ്റും? ഇത് 2,68,000 രൂപക്ക് ഫൈനൽ കൊടുക്കാം. ലോൺ എത്ര കിട്ടും? ലോൺ നമുക്കൊരു 2-ന്റെ അടുത്ത് വരെ ചെയ്യാൻ പറ്റൂല. ആവശ്യക്കാർ വിളിച്ചോട്ടെ. ഇവിടെ ഇതാ ഒരു ആൾട്ടോ 800 കാണിച്ചു കൊടുക്കാം. ഇത് എങ്ങനെയായിരുന്നു ബ്രോ? ഇത് 2015 മോഡല്. 15 മോഡലാണ്. ഓപ്ഷൻ പിന്നെ LXi. ഓക്കെ. ഓട്ടം കാര്യങ്ങളൊക്കെ 85,000 കിലോമീറ്റർ കമ്പനി സർവീസ് ഓടിയിട്ടുണ്ട്. വേറെ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. തട്ടുമുട്ട് ഇടികുത്തൊന്നുമില്ല. ഗ്യാരണ്ടി കൊടുക്കുക. ഇത് എത്ര ആസ്കേന്? ഇത് നമുക്ക് 2,4 കൊടുക്കാം. 2,4 കൊടുക്കാം. 85,000 കിലോമീറ്റർ മാത്രം ഓടി. വണ്ടി നല്ല നീറ്റ് വണ്ടി. മെക്കാനിക് നമ്മള് ഗ്യാരണ്ടി. നല്ല പക്ക വണ്ടിയാണ്. 2,25 ആസ്ക് ചെയ്യുന്നത്. എന്തെങ്കിലും കംപ്ലൈന്റ് കാണിക്കാന്നുണ്ടെങ്കിൽ നമുക്ക് തീർത്തു കൊടുക്കാം അല്ലെ? മാക്സിമം എത്ര ലോൺ ചെയ്യാൻ പറ്റും? നമുക്കൊരു 1.25 ലോൺ ചെയ്യാം. ഡസ്റ്റർ 85 ആണ് കേട്ടോ നിങ്ങൾ കാണിക്കുന്നത്. ബ്രോ ഇത് മോഡൽ എങ്ങനെയായിരുന്നു? 2013 മോഡല്. 13 വണ്ടി അല്ലേ? നമ്പർ ആയ വണ്ടിയാണ്. അതെ. എത്ര ഓടിയിട്ടുണ്ട്? 1,20,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് അല്ലേ? റീപ്ലേസ് മേജർ ആയിട്ടൊന്നുമില്ല. മെക്കാനിക് ഒക്കെ പക്കാണ്. വേറെ വണ്ടിമേ വേറെ പ്രശ്നങ്ങളോ? ഏത് ഓപ്ഷൻ? RXi RXL അല്ലേ? ഓക്കെ.
വേറെ മേജർ ആയിട്ട് വേറെ തട്ടുമുട്ട് ഇടി കാര്യങ്ങൾ ഒന്നുമില്ല. നല്ല നീറ്റ് വണ്ടി അല്ലേ? തേർഡ് ഓണർഷിപ്പിലെ വണ്ടിയാണ്. ഇന്റീരിയർ ഭാഗത്ത് നല്ല സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കട്ടയുള്ള ടയർ ഒക്കെ ഉണ്ട്. 85 പിന്നെ എല്ലാ ആളുകളും അന്വേഷിക്കുന്ന വണ്ടിയാണ് ഡസ്റ്ററിൽ. ഇത് എത്രക്ക് ചെയ്യാൻ പറ്റും ബ്രോ? 2.25 കൊടുക്കാം. 2.25 കൊടുക്കാം. ലോൺ എത്ര കിട്ടും? ഒരു 2.5 വരെ നമുക്ക് ചെയ്യും. ലോണും ചെയ്യാം. ഒരു സ്കൂട്ടർ എടുക്കുന്ന പൈസക്ക് മാരുതി കാറാണ് നിങ്ങളെ മെച്ചപ്പെടുന്നത്. ബ്രോ ഇത് എങ്ങനെയായിരുന്നു മോഡൽ? ഇത് 99 മോഡലാണ്. 99 AC ഉള്ള വണ്ടിയാണ്. വണ്ടി നല്ല കുട്ടപ്പനാണ് അല്ല? സിംഗിൾ ഓണർ വണ്ടി, പഴയ വണ്ടിയാണ്. ഒരേ ഒരു ഓണർ, സിംഗിൾ ഓണർ ആണ്. അതായത് നല്ല പെട്ടി പീസ് എന്നും പറയാം. അതെ, സർവീസ് ബുക്ക് കാര്യമുള്ള വണ്ടി, സർവീസ് ബുക്ക് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി, നല്ല രീതിയിൽ കൊണ്ടു നടക്കുന്ന ഒരു വാഹനം അല്ല? ഒരു വേറെ പാർട്ടിന്റെ വണ്ടി അല്ലേ? പാർട്ടിന്റെ വണ്ടി. വണ്ടി ഓട്ടോ ഒക്കെ എത്ര ഉണ്ടാവും? എല്ലാം ക്ലിയർ ആണ്. ഒന്നിന്റെ ഉള്ളിൽ 60,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓട്ടോ കുറവുണ്ട്. വണ്ടിമ വേറെ മെക്കാനിക് കാര്യങ്ങളൊന്നുമില്ല. മെക്കാനിക് എല്ലാം ക്ലിയർ അല്ല? AC കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യാം. ഒരു മാരുതി കാർ നോക്കുന്ന ആൾക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു വണ്ടി. എത്ര ചെയ്യാൻ പറ്റും ബ്രോ? ഇത് 50,000 രൂപ. വെറും 50,000 രൂപക്ക് കൊടുക്കാം. ആവശ്യക്കാർ വന്നോട്ടല്ലേ? ഇയോണ് കാണിച്ചു കൊടുക്കല്ലേ? ഇയോൺ എങ്ങനെയായിരുന്നു മോഡല്? 2011 മോഡല്. 11 വണ്ടി. ഓക്കെ. ഏതാ ഓപ്ഷൻ ഇത്? എറ പ്ലസ് എറാണ്. AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ ഓക്കെ. സെൻട്രൽ ലോക്ക് ഒക്കെ ഉണ്ട്. വേറെ ഇടി കുത്ത് കാര്യങ്ങൾ, ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. മെക്കാനിക് ഒക്കെ ക്ലിയർ ആണ്. AC ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. വേറെ മേജർ തട്ടുമുട്ട് ഇടി കാര്യങ്ങളൊന്നുമില്ല. ഓട്ടൊക്കെ എത്ര ഉണ്ടാവും? ഓട്ടോ 74,000 കിലോമീറ്റർ. 74,000 ഓടിക്കുള്ളൂ അല്ലേ? എത്രക്ക് ചെയ്യാൻ പറ്റും? ഇത് നമുക്ക് 1.25 കൊടുക്കാം. 1.25 ചെയ്യാം. ലോൺ കിട്ടോ ഇതിന്? ലോണ് ചാൻസ് കുറവാ അല്ല? 11 വണ്ടി അല്ലേ? സേർട്ട് അടവ് കിട്ടും. ആൾട്ടോ കാറാണ്. AC ഉള്ള വണ്ടി അല്ലേ? അതെ. ഒരു LXi ആണ് ഓപ്ഷൻ വരുന്നത്. AC പവർ സ്റ്റിയറിംഗ് ഒക്കെ വരുന്ന വണ്ടി. എങ്ങനെയായിരുന്നു ബ്രോ ഇത്? 2009 മോഡൽ, 29 വരെ പേപ്പർ ഉണ്ട് അല്ലേ? വണ്ടി നല്ല ലുക്ക് ഉണ്ടല്ലേ കാണാൻ? 70,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. എത്ര? 70,000 കിലോമീറ്റർ. വെറും 70,000 കിലോമീറ്റർ മാത്രം ഓടി വണ്ടി. മേജർ ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. മെയിൻ ഗ്ലാസ് മാത്രം റീപ്ലേസ് ഉണ്ട്. ക്രാക്ക് വന്നിട്ട് മാറിയത്. വേറെ റീപ്ലേസ് കാര്യങ്ങൾ വീട്ടിൽ കുത്തൊന്നും അല്ല? നല്ല നീറ്റ് വണ്ടി. മെക്കാനിക് ഫുൾ ഫിറ്റ്. ഗ്യാരണ്ടി കൊടുക്കാം. വണ്ടി നല്ല വണ്ടി അല്ല? നല്ല വണ്ടി. ഓക്കെ. എത്രക്ക് ചെയ്യാൻ പറ്റും? ഇത് 1,15,000 രൂപ. 1.15 ചെയ്യാം. 2009, 29 വരെ പേപ്പറുള്ള ഒരു വണ്ടി. പുതിയ ഇൻഷുറൻസ്. ഓക്കെ. അപ്പൊ ആവശ്യക്കാരൻ വന്ന് നോക്കോ. എടുക്കുന്ന ആൾക്ക് ഒരു പണിയില്ല കേട്ടോ. എണ്ണടിക്കാൻ ഓടാന്നല്ലാതെ വേറെ പണിയില്ല ഇതിന്മേ. ഇവിടെ ഏതാ ഒരു ഹൂണ്ടായിന്റെ i10 അല്ലേ? അതും ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ചെറിയ ബഡ്ജറ്റിൽ ഇതും കൊടുക്കല. എത്ര മോഡലായിരുന്നു? ഇത് 2008 മോഡല്, 31 വരെ പേപ്പറുള്ള വണ്ടി. 2008 31 വരെ പേപ്പറുള്ള വണ്ടി. ഓക്കെ. ഒരു ടെൻഷൻ വേണ്ട. എത്ര ഓടിയിട്ടുണ്ട്? ഇത് 76,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇത് മാനുവലോ ഓട്ടോമാറ്റിക്കാ വണ്ടി? മാനുവൽ വണ്ടി അല്ലേ? വണ്ടി വേറെ റീപ്ലേസ് കാര്യങ്ങൾ ഒന്നുമില്ല. സെക്കൻഡ് ഓണർ വണ്ടി. സെക്കൻഡ് ഓണർ ആണ് തന്നെ? 4 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്. സെൻട്രൽ ലോക്ക് ഉണ്ട്. 4 ഡോർ പവർ വിൻഡോ ഒക്കെ വരുന്ന വണ്ടി. ഫുൾ ഓപ്ഷൻ വണ്ടി. 1,20,000 രൂപ കൊടുക്കാം. 1,20,000 കൊടുക്കാം. അതും 2008 31 വരെ പേപ്പറുള്ള ഒരു വണ്ടി അല്ല? ഓക്കെ. ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം വന്ന് നോക്കോ. മെക്കാനിക് ഫുൾ ഫിറ്റ് അല്ലേ? ഫിറ്റ്. ഓക്കെ. ഇവിടെ ഹൂണ്ടായിന്റെ ഇയോൺ കാണിച്ചു കൊടുക്കാം. എങ്ങനെയായിരുന്നു ഇത്? 2018 മോഡല്, 18 വണ്ടി. സിംഗിൾ ഓണർ ആണ്. 80,000 കിലോമീറ്റർ മാത്രം വണ്ടി ഓടിയിട്ടുള്ളൂ. ഫുൾ കമ്പനി സർവീസ്. ഹിസ്റ്ററി ഒക്കെ ഉണ്ട്. വേറെ റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല. നല്ല വണ്ടിയല്ലേ? AC പവർ സ്റ്റിയറിംഗ് വരും. അതുപോലെ തന്നെ കട്ടയുള്ള ടയർ കാര്യങ്ങളൊക്കെ ഉള്ളു. വണ്ടി നല്ല വൃത്തിയുള്ള വണ്ടി അല്ലേ? എത്രക്ക് ചെയ്യാൻ പറ്റും ബ്രോ? നമുക്ക് 2 ലക്ഷം രൂപ കൊടുക്കാം. ഫൈനലി 2 ലക്ഷത്തിന് കൊടുക്കാം. ഫുള്ള് ലോൺ കൊടുക്കാം. അതും 2018 വണ്ടിയാണ് കേട്ടോ. ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം 5,000-6,000 രൂപ മാസം EMI അടക്കാന്നുണ്ടെങ്കിൽ എടുത്തുകൊണ്ട് പോവാം. ഓക്കെ. 5,000 രൂപ EMI അടക്കാനുണ്ടെങ്കിൽ ലോണില് നമുക്ക് ഇറക്കി കൊടുക്കാം. ചെയ്യാൻ പറ്റുമല്ലേ? അത്രേ വേണ്ടുള്ളൂ അല്ലേ? ഓക്കെ. അപ്പൊ ആവശ്യക്കാർ വന്ന് നോക്കിക്കോട്ടെ. അപ്പൊ ഇവിടെ കാണിച്ച ഏതെങ്കിലും വാഹനങ്ങൾ, ലാസ്റ്റ് വണ്ടിയാണ്, ഇനി വണ്ടി ഇല്ല കാണിക്കാൻ. ഏതെങ്കിലും വാഹനങ്ങൾ നിങ്ങൾക്ക് എടുക്കാനോ അതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ ലൊക്കേഷനൊക്കെ അറിയാൻ മൂപ്പര നമ്പർ വീഡിയോയിലുണ്ട്. അതിൽ വിളിച്ചാൽ മതി. അപ്പോൾ ലൊക്കേഷന് വാട്സപ്പ് ആയിട്ട് വിട്ടുതരും കേട്ടോ. അപ്പൊ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതിന് ഗുഡ് ബൈ.